കമ്മീഷൻ ഏർപ്പെടുത്തിയ വിലക്കിൽ ദേവസ്വം മന്ത്രിക്ക് ഇളവ് നൽകുകയാണ് ഹൈക്കോടതി. സന്നിധാനത്തും പുറത്തും അവലോകന യോഗങ്ങൾ വിളിക്കാനും പങ്കെടുക്കാനും ദേവസ്വം മന്ത്രിക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ അപര്യാപ്തമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമലയിൽ 1000 ബയോ ടോയ്ലറ്റുകൾ കൂടി സ്ഥാപിക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കുടിവെള്ളം ഉറപ്പുവരുത്തണം, പരാതി പരിഹാര സംവിധാനം ഉറപ്പാക്കണം തുടങ്ങി കുറേ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. ബിനിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, വളരെ കൃത്യമായി തന്നെ വ്യക്തത എങ്ങനെയാണ് ശബരിമല വിഷയം ഹൈക്കോടതി നോക്കിക്കാണുന്നത് എന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുൾപ്പെടെ മന്ത്രിക്ക് നീക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. നേരത്തെ ഈ വിഷയത്തിലൊക്കെ സർക്കാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെരുമാറ്റച്ചട്ടത്തിലെ പ്രശ്നങ്ങളായിരുന്നു. അത് നീക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ എല്ലായിടങ്ങളിലും സർവമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി കോടതി നിർദ്ദേശിക്കുകയാണല്ലേ? ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളിലൊന്ന് ദേവസ്വം മന്ത്രിക്ക് അവലോകന യോഗങ്ങൾ വിളിക്കാനും അതിൽ പങ്കെടുക്കാനും ആവശ്യമായ ഏകോപനങ്ങൾ ഉറപ്പാക്കാനുമുള്ള ഒരു സൗകര്യം ഹൈക്കോടതി നൽകിയിരിക്കുന്നു എന്നതാണ്. നേരത്തെ കഴിഞ്ഞ 14 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിൽ നിന്നും ദേവസ്വം മന്ത്രിയെ വിലക്കിയിരുന്നു. അതിൽ മാധ്യമങ്ങളുമായിട്ടുള്ള സംവാദത്തിന്റെ കാര്യത്തിൽ കോടതി ഇടപെട്ടില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു മറ്റൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരിടപെടലും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. പക്ഷേ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങൾ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ദേവസ്വം മന്ത്രിക്കുണ്ട്. അത് അദ്ദേഹത്തിന് തുടർന്നും നിർവഹിക്കാവുന്നതാണ്. അതിനുവേണ്ടി ആവശ്യമായ യോഗങ്ങളും വിളിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഇത്തരത്തിലൊരു വിലക്ക് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഇടപെടാനും ശബരിമലയിൽ ഏകോപനങ്ങൾ നടത്താനും ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും യോജിപ്പിക്കാൻ ദേവസ്വം മന്ത്രിക്ക് കഴിയും. പക്ഷേ അദ്ദേഹത്തിന് ഈ യോഗങ്ങൾ വിളിക്കുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഒക്കെയുള്ള തടസ്സമുണ്ട്. അത് നീക്കണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരക്കുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ ഈ സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായിരിക്കുന്ന കുറവ് അതൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശബരിമല സന്നിധാനത്ത് അതോടൊപ്പം തന്നെ മറ്റു പരിസര പ്രദേശങ്ങളിലും ശൗചാലയങ്ങളുടെ ഒരു വലിയ പരിമിതി ഉണ്ടായിരുന്നു. അത് സന്നിധാനത്തെ ഭക്തർ പല പരിശോധിച്ചുകൊണ്ടാണ് കോടതിയുടെ ആ തീരുമാനം വന്നിരിക്കുന്നത്. ശബരിമലയിൽ 1000 ബയോ ടോയ്ലറ്റുകൾ പുതുതായി സ്ഥാപിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക മാത്രമല്ല അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ആവശ്യമായ തൊഴിലാളികളെ കൂടി ഉറപ്പുവരുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ടത് സന്നിധാനത്ത് കുടിവെള്ള വിതരണം മുഴുവൻ സമയവും ഉറപ്പാക്കണം. സന്നിധാനത്തും പമ്പയിലും നടപ്പാതയിലും ഒക്കെ തന്നെ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഓൺലൈനായിട്ടുള്ള പരാതി പരിഹാര സംവിധാനം വെബ്സൈറ്റിൽ തന്നെ വേണം. അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം. എല്ലായിടത്തും ഹെൽപ്പ് ഡെസ്കുകൾ വേണം. ആ ഹെൽപ്പ് ഡെസ്കുകളിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് ആ തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് കൂടി ഇപ്പോൾ ഹൈക്കോടതി പുതിയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലം വലിയ കഠിനമാവാൻ പോവുകയാണ്. കാരണം ഇത്രയുമുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സമയപരിധിയോ ഇത്ര ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശമുണ്ടോ കോടതിയുടെ ഭാഗത്തു നിന്നും? ഈ കുടിവെള്ള വിതരണത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം, അതായത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് നടപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും വേഗത്തിൽ, അതായത് തൊട്ടടുത്ത പ്രയോറിറ്റിയായി നൽകിയിരിക്കുന്നത് ഈ ഹെൽപ്പ് ഡെസ്ക്, അതോടൊപ്പം തന്നെ സാനിറ്റേഷൻ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ ഈ പരാതി പരിഹാര സംവിധാനങ്ങൾ അതെല്ലാം ഏർപ്പെടുത്തണമെന്നതാണ് കോടതി ഉത്തരവിന്റെ ഭാഗമാക്കി ചേർത്തിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് വരുന്നതോടുകൂടി അവിടുത്തെ തീർത്ഥാടകരെ നിയന്ത്രിക്കാനുള്ള ഒരു സൗകര്യം ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ തന്നെ വരികയാണ്. പ്രത്യേകിച്ച് ഈ സ്പോട്ട് ബുക്കിംഗ് ആണ് സമീപ ദിവസങ്ങളിൽ വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കാരണം 20,000 സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നു, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എത്തുന്നു. അതൊക്കെയായിരുന്നു ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ. സ്പോട്ട് ബുക്കിംഗ് 20,000 5,000 ആക്കി ചുരുക്കി. അതിനപ്പുറത്തേക്ക് കുറെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് മുൻപിലേക്ക് ഹൈക്കോടതി വെക്കുകയാണ്. കുടിവെള്ളം ഉറപ്പാക്കണം, ബയോ ടോയ്ലറ്റുകൾ 1000 ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കണം, ഒപ്പം ഒരു ഓൺലൈൻ പരാതി പരിഹാര സംവിധാനം ഉറപ്പാക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് മുൻപാകെ വെക്കുന്നു. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രിക്ക് പെരുമാറ്റച്ചട്ടങ്ങളിൽ ഇളവ് നൽകുക കൂടി
ചെയ്യുന്നു ഹൈക്കോടതി ഇപ്പോൾ ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്കിൽ ഇടപെട്ടുകൊണ്ട്. ബിനിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ